BJP സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന് അവർക്ക് മറുപടി പറയാൻ പറ്റില്ല. എന്ത് മറുപടി കൊടുത്താലും അവർ ലോക്കാവും എന്നുള്ള സീൻ അതിനകത്തുണ്ട്. അതായത് ഞാനല്ല ഉത്തരവ് കൊടുത്തത് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ, ഞാനല്ല ഉത്തരവ് കൊടുത്തത് മുള്ളു വെച്ച് ലാത്തിക്കടിക്കാൻ, ഞാനല്ല ഉത്തരവ് കൊടുത്തത് AK-47 ഉപയോഗിക്കാൻ എന്ന് അമിത്ഷായ്ക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രിക്ക് തൻ്റെ കയ്യിലുള്ള ഒരു സേന, അർദ്ധസൈനിക സേന ഒരു പ്രത്യേക ആക്ട് നിർവഹിച്ചത് ഞാൻ പറഞ്ഞിട്ടല്ല എന്ന് വെച്ചാൽ പിന്നെ താൻ എന്തിനാണ് ആ ഓഫീസിലിരിക്കുന്നത് എന്നാണ് ജനം ചോദിക്കുന്ന അടുത്ത ചോദ്യം. സോ അതുകൊണ്ട് ആ ചോദ്യത്തിന് ഞാനല്ല എന്ന് മറുപടി പറയാൻ പറ്റില്ല. ഞാനാണ് എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ മുള്ളു വെച്ച് ലാത്തി കൊണ്ട് അടിക്കാൻ, പെല്ലറ്റ് ഗൺ പ്രയോഗിക്കാൻ നിയമമില്ല. നിയമവിരുദ്ധമായിട്ടുള്ള ആ പ്രക്രിയയ്ക്ക്, പ്രവർത്തനത്തിന് നിങ്ങൾ എന്തിന് അനുമതി കൊടുത്തു എന്ന ചോദ്യവും ഉയർന്നു വരികയായി. അപ്പോൾ ഒരു നിലയ്ക്കും ഉത്തരം പറയാൻ കഴിയാത്ത ഒരു വിഷമസന്ധിയിലാണ്. രണ്ടാമത്തത് എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള മനുഷ്യരാണ് ഈ സമരരംഗത്തുള്ളത്. അപ്പോൾ അവരിതെല്ലാം അവരുടെ കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി എന്ത് പറഞ്ഞാലും അബദ്ധത്തിലാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒളിച്ചോടുകയാണ്, ഭയന്ന് പുറത്തിരിക്കുകയാണ്. ഇപ്പോൾ സിംപ്ലി നേരത്തെ പറഞ്ഞില്ലേ, മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി, മണിപ്പൂരിൽ വലിയ കലാപം ഉണ്ടാവുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ നരേന്ദ്രമോദിയോട് നിങ്ങൾ ഉത്തരം പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹം മിണ്ടിയില്ല. അദ്ദേഹം 78 or 82 ദിവസം കഴിഞ്ഞാണ് മിണ്ടിയത്. എപ്പോഴായിരുന്നു? അവിടെ 2 സ്ത്രീകളെ നഗ്നരാക്കി ആൾക്കൂട്ടം ഓടിക്കുന്ന ദൃശ്യം പുറത്തു വരികയും അത് ലോകമാകെ വലിയ ഞെട്ടൽ രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ രാജ്യത്തിൻ്റെ ഭരണനായകന് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ വന്നു, മിണ്ടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അദ്ദേഹം അപ്പോൾ ഇത് ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നൊരു പ്രതികരണം നടത്തി. പിന്നൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വേണ്ട പ്രതികരണം അതല്ലല്ലോ. അദ്ദേഹത്തെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്തെന്നറിയാം? അവസാനം ഈ സർക്കാരിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ ആ പ്രമേയത്തിൻ്റെ ഒടുക്കം പ്രധാനമന്ത്രി മറുപടി പറഞ്ഞ് സംസാരിക്കണം. അത് ചട്ടമാണ്. ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു. മണിപ്പൂർ പോലൊരു സ്ഥലത്ത് സഹോദരങ്ങൾ കൊല്ലപ്പെടുന്ന വിഷയത്തിൽ രാഷ്ട്രത്തിൻ്റെ ഭരണനായകൻ ഒരു മറുപടി പറയാൻ അദ്ദേഹം വന്നു. ആ മണിക്കൂറുകളോളം ആ പ്രമേയം ചർച്ച ചെയ്തു. അതിനൊടുക്കം അദ്ദേഹം മറുപടി പറയുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ മണിക്കൂറുകൾ ആ പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുമ്പോൾ പ്രധാനമന്ത്രി സഭയിലില്ല. അദ്ദേഹത്തിന് മറുപടി പറയേണ്ടതിൻ്റെ 3 മിനിറ്റ് മുമ്പ് അദ്ദേഹം സഭയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം അതിന് മറുപടി പറയാൻ തുടങ്ങുന്നു. കോൺഗ്രസിൻ്റെ പഴയ കാലം, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ചെയ്തിട്ടുള്ള കുഴപ്പങ്ങൾ, 1.25 മണിക്കൂർ മാത്രം. അവസാനത്തെ എന്താണ്? അവസാനം അദ്ദേഹം ഈ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നിർഭാഗ്യകരമാണ്, പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന ലഘുവാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി. അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ വലിയ എന്താണ് ഒരു പ്രധാന കേന്ദ്രമാണ്. ജനാധിപത്യത്തെ നിങ്ങൾ ഇരുട്ടിലാക്കിയ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചും അതിനെതിരെ സംഘം നടത്തിയിട്ടുള്ള സമരങ്ങളെക്കുറിച്ചും എപ്പോഴും വലിയ വർത്തമാനം പറഞ്ഞവരാണ്. അവർക്ക് ജനാധിപത്യത്തിൻ്റെ ആ സ്പേസ് അവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം എന്താണ്? അപ്പുറത്തിരിക്കുന്ന മനുഷ്യർ പ്രതിപക്ഷ സ്വരത്തിൽ സംസാരിക്കുന്നു, സർക്കാരിനെ വിമർശിക്കുന്നു, മോദിയെ വിമർശിക്കുന്നു, അമിത്ഷായെ വിമർശിക്കുന്നു, ഭരണഘടന എന്ന് പറഞ്ഞ ഒരു സാധനം ഉയർത്തി കാണിക്കുന്നു, അതിനകത്തുള്ള വാല്യൂസിനെ കുറിച്ച് പറയുന്നു, നിയമങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു. അസഹനീയമാണ് അവർക്ക്. കാരണം അവരാഗ്രഹിക്കുന്നത് ഞങ്ങളൊരു സർവ്വപ്രതാപിയായിട്ടുള്ള ഒരു സമഗ്രാധിപത്യ ഭരണകൂടമാണ്. ഞങ്ങളോട് ആരും ചോദ്യം ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ പ്രതിപക്ഷ മുക്തമായിട്ടുള്ള ഒരു ഭരണക്രമമാണ്. അപ്പം ഞങ്ങളോട് ചോദ്യം ചോദിക്കുക, ഞങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരിക. പരമ അധികാരിയായിട്ടുള്ള മോദി ഈ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം ചില ചോദ്യങ്ങൾക്കും നടപടിക്രമങ്ങൾക്കൊക്കെ വിധേയനാവേണ്ടി വരിക. അവർക്കൊരിക്കലും ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർ വരില്ല. രണ്ടാമത്തെ കാര്യം, അമിത്ഷാ അദ്ദേഹത്തിൻ്റെ 12 വർഷത്തെ ദേശീയ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്ന സമയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ നിന്നിട്ടുള്ള ഈ പരിപാടി, ഈ കുട്ടികൾ ആദ്യം സമരവുമായിട്ട് വന്നപ്പോൾ നോക്കുന്നു. ആദ്യത്തെ കാര്യം, ഈ ചോദ്യപേപ്പർ ചോർന്നുള്ള വിഷയം തന്നെ ആദ്യം ഒരു അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതൊക്കെ ചുമ്മാ കള്ളാമെന്ന് പറഞ്ഞവരാണ്. അവസാനം ഇത് സമ്മതിക്കേണ്ടി വന്നതാണ്. കാരണം ലോക്കൽ പോലീസ് അന്വേഷിച്ച് ചില ലീഡിലേക്ക് എത്തിയപ്പോൾ സമ്മതിക്കേണ്ടി വന്നതാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഓരോ സ്റ്റെപ്പും പാളിപ്പോവാണ്. പിന്നെ ഉയർത്തുന്ന സമരങ്ങൾ, ആ സമരത്തെ ആദ്യം സമരം ചെയ്യുന്ന ലെഫ്റ്റ് സംഘടനകളാണ്. അവരെ അപ്പോൾ തന്നെ കൂളായിട്ട് തല്ലി ഒതുക്കി വണ്ടി കയറ്റി കൊണ്ടുപോയി. അതിനുശേഷം വന്ന സമരത്തെ തടയാനെടുത്തിട്ടുള്ള എല്ലാ പ്ലാനും, ഇപ്പോൾ അർണബ് ഗോസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ ഇറക്കിയിട്ട് അമേരിക്ക, ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു, AC ഇല്ല. ഇവിടെയുള്ള സകല കുറുവടി സംഘത്തെ ഇറക്കിയിട്ട് ഇത് രാജ്യവിരുദ്ധമാണെന്ന് പറയിപ്പിച്ച് നോക്കി, AC ഇല്ല. ഫൈനലി മുള്ളു വെച്ച് ലാത്തിയും പെല്ലറ്റ് ഗണ്ണുമായിട്ട് പോലീസിനെ ഇറക്കി നോക്കി, AC ഇല്ല. പാളിയെന്ന് മാത്രമല്ല, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രി രാജിവെക്കേണ്ടി വരികയും എല്ലാ കാര്യങ്ങളുടെയും എല്ലാ വിഷയങ്ങളുടെയും അവസാന തീരുമാനം ഞാനാണ് എടുക്കുക എന്ന് പറഞ്ഞ മോദിയോട് നിങ്ങളല്ല തീരുമാനം എടുക്കുന്നത്, ധർമ്മേന്ദ്ര പ്രധാൻ മാറാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നടപ്പിലാക്കാൻ ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞ് മോദിയെ കൊണ്ട് അയാൾ രാജി വാങ്ങിപ്പിച്ചല്ലോ. എല്ലാ ക്രൈസിൻ്റെ അവസാനം മോദി തീരുമാനം എടുക്കുന്നുള്ള സാധനം മാറ്റി മോദിയുടെ ആ പ്രതാപം അവസാനിപ്പിച്ചു. സോ അവരുടെ പ്ലാൻ മൊത്തം പാളിയിട്ട് അവർ കുടുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ ലോക്സഭയിൽ വന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ മൊത്തം പോയിൻ്റാണ്. ആരാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ? സോ പാവങ്ങൾ കുടുങ്ങിയിട്ടാണുള്ളത്. അവർക്ക് ഈ പറയുന്ന കേരളത്തിൽ നമ്മൾ ഈ കാണുന്ന യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ഈ കുറുവടി സംഘം പറയുന്ന പോലുള്ള മോദി വൻ നമ്പർ ഇറക്കിയതാണ്, മോദിയുടെ അജയ്യമായ തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം, അങ്ങനെയൊന്നുമല്ല. ഇവർക്ക് ജനാധിപത്യമായ സമരം ഫൈനലി ഒരു ദിവസം വരാനുണ്ട്. ആ സമരത്തിൻ്റെ തുടക്കം കാണുകയാണ്. അതിനെ ഡീൽ ചെയ്യാൻ ഇവർക്ക് പറ്റിയല്ല. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് ഒരു നഗരമധ്യവർഗത്തിൻ്റെ, അതിൽ തന്നെ ഇവർ തന്നെ ഹിന്ദു ഏകത എന്നൊക്കെ പറഞ്ഞ പരിപാടിക്ക് അകത്തുനിന്ന് ഇളകി വന്നിട്ടുള്ള മനുഷ്യന്മാരായി സമരം ചെയ്തു.
അവിടുത്തെ കുട്ടികളോട് പറയാൻ ഇവരുടെ കയ്യിൽ മറുപടിയില്ല. എന്തിനാണ് മുള്ളു വെച്ച ലാത്തിയുമായിട്ട് RSSന്റെ ഗുണ്ടകൾ വന്നതെന്ന ചോദ്യത്തിന് മറുപടിയില്ല. അതുകൊണ്ട് അമിത്ഷാ ഒളിച്ചു നടക്കുകയാണ് സിംപ്ലി. അതറിയാവുന്ന രാഹുൽ ഗാന്ധി പരമാവധി ഫോഴ്സ് ചെയ്യാണ്. രാഹുൽ ഗാന്ധിക്ക് അറിയാം ഇവിടെ നിന്ന് 1.5 മണിക്കൂറില്ല 3 മണിക്കൂർ പ്രസംഗിച്ചാലും അമിത്ഷാ കയറി വരാൻ പോകുന്നില്ല. അത് മണിപ്പൂർ വിഷയത്തിൽ നിശബ്ദനായിരുന്ന മോദിയെ പോലെ അമിത്ഷായും ലോക്കിലായിരിക്കുകയാണ്. അതാണ് സംഭവം. അത് കോൺഗ്രസ് പരമാവധി പ്രയോജനപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്.